പ്രയോറിറ്റി പോസ്റ്റ് പെയ്ഡ് ഇറക്കി ഭാരതി എയർടെൽ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ. മറ്റ് പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് വരിക്കാർക്കുള്ള സേവന ഗുണനിലവാരം മോശമാക്കുന്നുണ്ടോ എന്ന ചോദ്യമുയർത്തി ടെലികോം വകുപ്പ്. അതിവേഗ ഇന്റർനെറ്റും മറ്റുമാണ് മെയ് 19 തുടങ്ങിയ പുതിയ സേവനത്തിനൊപ്പം വാഗ്ദാനം. മറ്റുള്ളവർക്ക് നൽകിപ്പോരുന്ന സേവനത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് എയർടെൽ വിശദീകരണം. ഇന്ത്യൻ ഓഹരി വിപണിയുടെ സ്ഥാനം അട്ടിമറിച്ച് തായ്വാൻ. ഇന്ത്യയെ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ലോകത്ത് 5ാമതായത് AI മുന്നേറ്റത്തിന്റെ ഗുണഫലവുമായി. തായ്വാൻ ഓഹരി വിപണിയുടെ മൂല്യം $4.95 ലക്ഷം കോടി. ഇന്ത്യയുടേത് $3 ലക്ഷം കോടി കുറവ്. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിൽ സംസ്ഥാനത്തിന്റെ വികസന സാമ്പത്തിക സ്ഥിതിയും ചർച്ച ചെയ്യും. ഉൽപാദന പാക്കേജിംഗ് ചെലവുകൾ കൂടിയതിനാൽ ഗുഡ് ബൈ ബിസ്ക്കറ്റ് പാക്കറ്റുകൾക്ക് 10 രൂപ കണ്ട് വില കൂട്ടാനൊരുങ്ങി ബ്രിട്ടാനിയ. 5ന്റെയും 10ന്റെയും ചെറു പാക്കറ്റുകൾക്ക് വില കുറയ്ക്കില്ല, തൂക്കം കുറയും. എബോള ബാധിതമായ ഉഗാണ്ട, കോങ്കോ, ദക്ഷിണ സുഡാൻ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിമാനയാത്രക്കാർ ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും സ്വയം സത്യവാങ്മൂലം നൽകണമെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.